ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ സമഗ്ര അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, മുൻ DGP ജേക്കബ് പുന്നൂസ് എന്നിവർ നേതൃത്വം നൽകും. കോട്ടയത്തോ പത്തനംതിട്ടയിലോ പുതിയ സെൻട്രൽ ജയിൽ സ്ഥാപിക്കാനും തീരുമാനമായിട്ടുണ്ട്. ജയിലുകളിലെ ഇന്റലിജൻസ് CCTVയും വൈദ്യുതി വേലിയും പ്രവർത്തനക്ഷമമാക്കും. കൊടും കുറ്റവാളികളെ അന്തർ സംസ്ഥാന ജയിൽ മാറ്റവും ആലോചിക്കുന്നുണ്ട്. റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, നിർണായകമായ തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ അധ്യക്ഷനായ യോഗത്തിൽ മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് യോഗ തീരുമാനങ്ങളായി വരുന്നത്? വിനീത, ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങൾ വന്നിരിക്കുന്നത്. കണ്ണൂരിൽ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദചാമി പുറത്തേക്ക് ചാടിയ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചത്. ആ യോഗത്തിലെടുത്ത ഏറ്റവും പ്രധാന തീരുമാനം സംസ്ഥാനത്ത് പുതിയൊരു സെൻട്രൽ ജയിൽ കൂടി തുടങ്ങുക എന്നതാണ്. കാരണം നിലവിലുള്ള ജയിലുകളിൽ അന്തേവാസികളുടെ എണ്ണം കുത്തനെ കൂടുന്നു. തടവുകാരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ ജീവനക്കാർക്ക് തടവുകാരെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന പരാതി ജീവനക്കാരുടെ ഭാഗത്ത് ഉയർന്നു. ഇങ്ങനെയുള്ള പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് സെൻട്രൽ ജയിൽ തുടങ്ങാൻ പത്തനംതിട്ടയിലോ കോട്ടയത്തോ സ്ഥലം കണ്ടെത്താനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ തീരുമാനം സംസ്ഥാനത്തെ എല്ലാ ജയിലുകളിലും CCTV, അതും സൂക്ഷ്മതയോടെ ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയുള്ള CCTVകൾ സ്ഥാപിക്കാനുള്ള തീരുമാനം. അത് എത്രയും പെട്ടെന്ന് സ്ഥാപിക്കും. അതിനു പുറമെ ഫെൻസിംഗ്, വൈദ്യുത ഫെൻസിംഗ് എത്രയും പെട്ടെന്ന് 4 മാസത്തിനകം എല്ലാ ജയിലുകളിലും, പ്രത്യേകിച്ച് കൊടും കുറ്റവാളികൾ ഉള്ള ജയിലുകളിലാണ് അത് സ്ഥാപിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിനു പുറമെ ജയിലിനകത്തെ ഇന്റലിജൻസ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള തീരുമാനവും ഇന്ന് ചേർന്ന യോഗത്തിലുണ്ടായി. കണ്ണൂരിലെ സെൻട്രൽ ജയിൽ ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന് മുഖ്യമന്ത്രി തന്നെ യോഗത്തിൽ പറഞ്ഞു. ഓൺലൈനായാണ് യോഗം ചേർന്നത്. മുഖ്യമന്ത്രിക്ക് പുറമെ ചീഫ് സെക്രട്ടറി A. ജയതിലക, ഒപ്പം ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹ, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ, ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ, ഒപ്പം പൊതുമരാമത്ത് സെക്രട്ടറി അടക്കം യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട യോഗം വളരെ വിശദമായി സംസ്ഥാനത്തെ ജയിലുകളുടെ സുരക്ഷാ വീഴ്ചകളും സുരക്ഷയും ചർച്ച ചെയ്തിട്ടുണ്ട്. അതിസൂക്ഷ്മമായ ജയിലുകളെ സാഹചര്യം വിലയിരുത്തും. കൊടും കുറ്റവാളികളെ അന്തർ സംസ്ഥാന ജയിലുകളിലേക്ക് മാറ്റുന്നതടക്കം ആലോചിക്കാനുള്ള തീരുമാനമെടുത്തു. അതിനു പുറമെ ജീവനക്കാരെ പുനർവിന്യസിക്കുന്ന കാര്യത്തിലും ഒരു തീരുമാനമുണ്ടായി. സ്ഥിരമായി ജീവനക്കാർ ഒരേയിടത്ത് ജോലി ചെയ്യുന്നതിന് പകരം 5 വർഷം പൂർത്തിയാകുമ്പോൾ അവരെ മാറ്റാനുള്ള തീരുമാനമാണ് എടുത്തത്. അങ്ങനെ സ്ഥിരമായി അവിടെ താമസിക്കുമ്പോൾ, ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ തടവുപുള്ളികളെ സഹായിക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുക്കുന്നു. മാത്രവുമല്ല, ഈ കൊടും കുറ്റവാളികൾ ജീവനക്കാരെ ഭീഷണിപ്പെടുന്നതും ആക്രമിക്കുന്നതും സാഹചര്യം കണക്കിലെടുത്താണ് അന്തർ സംസ്ഥാന ജയിൽ മാറ്റമടക്കം ഇപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്ന. വിനീത, ജയിലിലെ സുരക്ഷാ വീഴ്ചയിൽ ഒരു കണ്ണു തുറക്കൽ ഉണ്ടാകുന്നു സർക്കാരിന് എന്നതാണ്. ജയിൽ വകുപ്പിൽ അടിയന്തരമായ മാറ്റങ്ങൾക്ക് തന്നെയാണ് തയ്യാറെടുക്കുന്നത്. റോഷിപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിയൂർ അതിസുരക്ഷാ ജയിലിൽ എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദചാമിയെ. വീണ്ടും സെൽ മാറ്റിയിരിക്കുന്നു. മുകൾ നിലയിലെ F3 സെല്ലിൽ നിന്ന് താഴത്തെ നിലയിലെ GF1 എന്ന സെല്ലിലേക്കാണ് മാറ്റിയത്. ഇതിന് ഒരു പ്രത്യേകത, ജയിൽ ഉദ്യോഗസ്ഥരുടെ റൂമിന് തൊട്ടടുത്താണ് പുതിയ സെൽ എന്നതാണ്. ഗോവിന്ദചാമിയെ നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായി സെല്ലിൽ ഒരു തടവുകാരനെയും പാർപ്പിക്കും. ജെയ്സൺ ചാമോളപ്പിലുണ്ട്. ജെയ്സൺ, ആദ്യം ഒറ്റയ്ക്ക് താമസിപ്പിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇയാൾ കൃത്യമായി നിരീക്ഷിക്കുന്നത് ലക്ഷ്യത്തോടു കൂടി തന്നെ ഒരു തടവുകാരനെ കൂടി ഒപ്പം വിടുന്നു. മാത്രമല്ല, ഉദ്യോഗസ്ഥർക്ക് ഒറ്റനോട്ടത്തിൽ കാണാവുന്ന തരത്തിലുള്ള ഒരു സെല്ലിൽ തന്നെ പാർപ്പിക്കാനാണ് തീരുമാനമല്ലേ? വിനീത, ഇന്ന് 12:20 കൂടിയാണ് വിയൂരിലുള്ള അതീവ സുരക്ഷാ ജയിലിലേക്ക് ഗോവിന്ദചാമി എത്തിച്ചത്. ആദ്യം ഇന്നലെ തന്നെ ഗോവിന്ദചാമിയെ കൊണ്ടുവരുന്നതിന് മുന്നോടിയായി 1ാം നിലയിലുള്ള F3 സെല്ലിലാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അവസാന ഘട്ടത്തിൽ ജയിൽ വകുപ്പിൽ നിന്നൊരു നിർദ്ദേശം വന്നു. ഇയാളെ ഒറ്റയ്ക്ക് താമസിപ്പിക്കരുത്, മറ്റൊരു തടവുകാരനെ കൂടി പാർപ്പിക്കണം. കാരണം ഇയാൾ ഒറ്റക്കൈനായ ഒരു വ്യക്തി അതിഭീകരമായ രീതിയിൽ ഒരു ജയിൽ ചാടുന്നു, മറ്റു കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കുള്ള താമസം അപകടമാണ് എന്നത് തന്നെയാണ് അവസാന ഘട്ടത്തിലുള്ള ജയിൽ വകുപ്പിന്റെ തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 1ാം നിലയിൽ നിന്നും താഴത്തെ നിലയിലേക്ക് മാറ്റുകയും GF1 എന്ന ഉദ്യോഗസ്ഥരുടെ റൂമുകൾക്ക് അടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സെല്ലിലേക്ക് ഇയാളെ മാറ്റാൻ തീരുമാനിക്കുകയും ചെയ്തത്. മാത്രമല്ല, കൂടെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ജയിലിലുള്ള അന്തേവാസിയായ, അതായത് ശിക്ഷിച്ചു കഴിയുന്ന ഒരാളെയാണ് കൂടെ താമസിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാര്യം, ജയിൽ ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന, കൂടുതൽ കുറേ കാലമായതുകൊണ്ട് തന്നെ കൂടുതൽ ബന്ധം നിലനിർത്തുന്ന ഒരു തടവുകാരനെ കൂടെ പാർപ്പിക്കുമ്പോൾ ഗോവിന്ദചാമിയുടെ മുഴുവൻ നീക്കങ്ങളും നിരീക്ഷിക്കാനും അത് എത്രയും പെട്ടെന്ന് ജയിൽ അധികൃതർ കൈമാറാനും കഴിയുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. അതോടൊപ്പം ജയിൽ ജീവനക്കാർ പങ്കുവയ്ക്കുന്ന വലിയൊരു ആശങ്ക എന്ന് പറയുന്നത്, ഗോവിന്ദചാമി അടുത്ത ദിവസം മുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരുമെന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവം അതാണെന്ന് ജയിൽ ജീവനക്കാർ പറയുന്നു. ആ ഒരു ആശങ്കയും ജയിൽ ജീവനക്കാർ പങ്കുവയ്ക്കുന്നുണ്ട്. വിനീത, ശരി, വ്യക്തമാണ്. ജെയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.